ഏവർക്കും സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നടന്ന 10th മെയിൻസ് എക്സാമിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. അധികം ആപത്ത് എന്താണ് കിട്ടുന്നത്? അത് സംസ്കൃത സന്ധി നിയമമാണ്. അധികം ആപത്ത് അത്യാപത്ത്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ എ ആണ് ശരി വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ശരി വരാനുള്ള കാരണം എന്താണ്? അധികം ആപത്ത്, അത്യാപത്ത് അല്ലേ? അത്യാപത്ത് എന്ന് വരുമ്പോ എന്താ ഇത് വേണം വരാൻ. അധികം ആപത്ത് അത്യാപത്ത്. ഓപ്ഷൻ എ ആയിരുന്നു ശരി. 2 നോക്കണേ. താഴെ കൊടുത്തിരിക്കുന്നതിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണങ്ങൾ. പക്ഷികൾ അലിംഗമാണ്, ഒരു കോമൺ ഗ്രൂപ്പ് ആണല്ലോ. ഇനി നടികൾ പെണ്ണുങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ അതെന്താണ്? ഒരു സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം വരത്തില്ലല്ലോ. ഇനി നോക്കണേ. വീട്ടുകാർ ഏത് നദികളാണോ നടികളാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടെന്ന് നോക്കിക്കോട്ടെ. നദികളാണോ നടികളാണോ എന്നുള്ളൊരു ഡൗട്ട്. ഇനി എങ്ങാനും പ്രിന്റിങ് മിസ്റ്റേക്ക് ആണെങ്കിലോ എന്നൊരു ഡൗട്ടുണ്ട്. നടികൾ തന്നെ. അല്ലെങ്കിൽ ഇപ്പം നദികളാണെങ്കിലും സലിംഗം തന്നെ വരും, കാരണം നപുംസകമായതുകൊണ്ട്. വീട്ടുകാർ. അപ്പം പക്ഷികൾ എന്ന് പറയുന്നത് അലിംഗമാണ്. അതുപോലെ വീട്ടുകാർ എന്ന് പറയുന്നതും അലിംഗമാണ്, അതിൽ ആണും പെണ്ണും വരാം. മാൻകിടാങ്ങൾ ഓൾസോ അലിംഗമാണ്, അതിൽ പെണ്ണും ആണും വരാം. കാരണം പേടമാനും കലമാനും ഉണ്ട്. കലമാൻ എന്ന് പറഞ്ഞാൽ ആൺമാനാണ്, പേടമാൻ എന്ന് പറഞ്ഞാൽ പെൺമാനുമാണ്. അപ്പം നമുക്കിവിടെ പറയാം എന്താണ് നമുക്ക് ഈ വെറും മാൻകിടാങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അത് അലിംഗം തന്നെ. ഇനി നടികൾ എന്ന് പറയുമ്പോഴത്തേക്കോ സലിംഗ ബഹുവചനമാണ്, കാരണം അതൊരു പെൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് സലിംഗമാണ്. അടുത്ത 3ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഹർഷത്തോടു കൂടിയത് ഒറ്റപ്പദം എഴുതുക. ഹർഷത്തോടു കൂടിയത്. ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം. അപ്പൊ ഹർഷപൂർവം, ഹർഷകം, സഹർഷം, അഹർഷം. സഹർഷമാണ്, കാരണം ഹർഷത്തോടു കൂടിയത്. സവിനയമായിരുന്നു എങ്കിൽ വിനയത്തോട് കൂടിയത് എന്ന അർത്ഥം വന്നേനെ. ഇനി ശരിയായ വാക്യമേതാ? ചില വാക്കുകൾക്ക് അർത്ഥപരിമാണം എന്ന് പറഞ്ഞാൽ അളവാണ്. ഇവിടെ വരേണ്ടത് എന്താണ്? പരിണാമം ആണ്. പരിണാമം എന്ന് പറഞ്ഞ മാറ്റമാണ്, പരിമാണം അളവുമാണ്. അടുത്തത് നോക്കണേ. ഏകയും ഒറ്റപ്പെട്ടവളുമായാണ് ഞാൻ യാത്ര തിരിച്ചത്. ഏക എന്ന പദത്തിന്റെ ഈക്വൽ ടു തന്നെയാണ് ഒറ്റപ്പെട്ടവൾ. ഏകയായി കാത്തിരുന്നു, ഒറ്റയ്ക്ക് കാത്തിരുന്നു, ഒറ്റപ്പെട്ടവളായിട്ട് കാത്തിരുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. ഇനി തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശ്യമായ കേരളത്തിന്റെ കലാരൂപമാണ് മോഹിനിയാട്ടം. തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശ്യമായത് ആണ് മോഹിനിയാട്ടം. നമ്മൾ എങ്ങനെ അത് കറക്റ്റ് ആണ് അല്ലെ? തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശ്യമായതാണ് കേരളത്തിന്റെ എന്ന് പറയാം, അതിൽ തെറ്റൊന്നുമില്ല അല്ലെ? കേരളത്തിലെ കലാരൂപമാണ് മോഹിനിയാട്ടം. ആ പുസ്തകം എടുക്കരുതെന്ന് ഞാൻ വീണ്ടും അവനോട് ആവർത്തിച്ചു പറഞ്ഞു. അത് പാടില്ലല്ലോ. ആ പുസ്തകം എടുക്കരുതെന്ന് ഞാൻ വീണ്ടും അവനോട് ആവർത്തിച്ചു പറഞ്ഞു അല്ലെ? വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യം ഇല്ല, വീണ്ടും ആവർത്തിക്കേണ്ട. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി തന്നെ പറയാം. വീണ്ടും ആവർത്തിക്കൽ കൂടി വേണ്ട. അടുത്തത് പകിട 12 വീഴുക എന്ന് പറഞ്ഞാൽ, പകിട 12 വീഴുക എന്ന് പറഞ്ഞാൽ അനുകൂലമാകുക, കാര്യങ്ങളൊക്കെ അനുകൂലമാകുക, നന്മ കൈവരിക എന്നൊക്കെ പറയാം. നമ്മൾ ശുക്രനുദിക്കുക എന്നൊക്കെ പറയത്തില്ലേ? ശുക്രനുദിച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയണ പോലെയാണ് പകിട 12 വീഴുക എന്ന് പറയുന്നത്. അപ്പോൾ 5 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. സൈലം PSCയുടെ LP UP ബാച്ച് ആരംഭിക്കുകയാണ്. ദ്രോണ 3.0 എന്ന പേരിലാണ് ഇത് ആരംഭിക്കുന്നത്. LP UP റാങ്ക് ഫാക്ടറിയിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു കയറാവുന്നതാണ്. ജൂൺ 10-ാം തീയതിയാണ് LP UP ആരംഭിക്കുന്നത്. അത് 1 ഇയർ ആണ് ഇതിന്റെ വാലിഡിറ്റി, അഥവാ ടിൽ ദ എക്സാം. അടുത്തൊരു LP UP എക്സാം വരുന്നവരെ നിങ്ങൾക്ക് ഒരു ബാച്ചിൽ പഠിക്കാം. മൻസൂർ അലി കാപ്പുങ്ങൽ സാർ നയിക്കുന്ന പിന്നെ സൈക്കോളജി ക്ലാസ്സുകൾ, മലയാളം, പെഡഗോജി, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള പെഡഗോജി ക്ലാസ്സുകളൊക്കെയും പിന്നെ റാങ്ക് ഫാക്ടറിയിൽ പഠിച്ച് റാങ്ക് നേടാം. കാരണം എപ്പോഴും ഒരു ഉദ്യോഗാർത്ഥി ഒരു ബാച്ച് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനത്തിന് മുൻ റാങ്കുകൾ അവർ കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് തിരക്കുന്നത്. അത്തരത്തിൽ 7-8 ജില്ലകളിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ സ്ഥാപനമാണ് സൈലം PSC. സൈലം PSCയിൽ അടുത്ത LP UP റാങ്ക് ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുകയാണ്. ജൂൺ
10 ഈ റാങ്ക് ഫാക്ടറിയിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി വരാൻ പോകുന്നത് LDC 2027 എന്ന് പറയുന്ന മാജിക്കൽ ബാച്ചാണ്. എന്തുകൊണ്ട് മാജിക് എന്ന് ചോദിച്ചാൽ എല്ലാവരും പഠിപ്പിക്കും, സൈലവും പഠിപ്പിക്കും. സൈലത്തിലാണ് റാങ്ക്. കാരണം നമുക്കറിയാം 7 ജില്ലകളിൽ 1ാം റാങ്ക് ഉൾപ്പെടെ ഏറ്റവും മികച്ച റാങ്ക് നേടിക്കൊടുത്ത സ്ഥാപനമാണ് സൈലം PSC. അപ്പോൾ നമുക്ക് LDC 2000 നമ്മൾ ഇത് കണ്ടില്ലേ, റാങ്കുകൾ പറയുന്നു, അല്ലാതെ നമ്മൾ പറയുന്നതല്ല, റാങ്കുകൾ പറയുന്നു. LDCയിൽ നിങ്ങൾ കണ്ടു, ഇത്രയും പേർ 30 ജില്ലകളിൽ റാങ്ക് 1ാം റാങ്ക് ഉൾപ്പെടെയാണ്. ഇതിൻ്റെ ക്ലാസ് ജൂൺ 17 ആരംഭിക്കുന്നത്. ഇതും നമുക്ക് കോഴ്സ് ഫ്രീ ആണ്. നിങ്ങൾക്ക് കോഴ്സ് ഫ്രീ മീൻസ് 1 ഇയർ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിരിക്കും. ബേസിക് മുതൽ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ്, അതുപോലെ ബയോളജി, അതായത് സയൻസ് വിഷയങ്ങൾ ഒക്കെ, പിന്നെ കലാ സംസ്കാരം, സാഹിത്യം, ജോഗ്രഫി, ഹിസ്റ്ററി ഒക്കെ, മൻസൂർ സാർ ഉൾപ്പെടെയുള്ളവരുടെ ഹിസ്റ്ററി ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ എന്തായാലും ഈ ഒരു ബാച്ചിലേക്ക് തുടക്കം മുതൽ തന്നെ, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ജോയിൻ ചെയ്ത് ഭംഗിയായി പഠിച്ച് പോവുക. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ വിട്ടു, മലയാളം ക്ലാസ്സുകളുമായി ഞാനും ഉണ്ടാവും. ഓക്കെ, ഇനി ശരിയായ പദം തിരഞ്ഞെടുക്കുക. അനുഗ്രഹീത, അത് തെറ്റാണ്. കാരണം നമുക്കറിയാം അനുഗ്രഹീതയാണ് ശരി. എന്ത് വരണം? അനുഗ്രഹീത. ഐക്യമത്യവും തെറ്റാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐകമത്യമാണ് ശരി. അതുപോലെ അനാസ്ഥ, ഇത് ശരിയാണ്. കുടുംബം നമുക്ക് എല്ലാവർക്കും എഴുതാൻ അറിയാവുന്ന ഒരു എളുപ്പമുള്ളൊരു പദമാണ് കുടുംബം. സോ അനാസ്ഥയാണ് ശരി. അനാസ്ഥ ഉത്തരവാദിത്വമില്ലായ്മ, ഇതിൻ്റെ നേരെ വിപരീതമാണ്. അനാസ്ഥയുടെ നേരെ വിപരീതം എന്ത് വരും? ആസ്ഥ. ആസ്ഥ, അനാസ്ഥ ആസ്ഥ എന്ന് വരും. വിപരീതം ആസ്ഥയാണ്. അനാസ്ഥ ആസ്ഥ. ഇനി സ്വാധീനം എന്ന പദം പിരിച്ചെഴുതിയാൽ സ്വ, എൻ്റെ, അധീനം, എൻ്റെ അധീനത്തിലുള്ളതാണ് എന്ത് വരുന്നത്? സ്വാധീനം. സ്വ അധീനമാണ് സ്വാധീനം. സ്വ അധീനം സ്വാധീനം. ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു ഡൗട്ട് വന്നു. സുആഗതം സ്വാഗതം, അത് സു നല്ലത്, ആഗതം നല്ല വരവേൽപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് സ്വാഗതം. പക്ഷെ സ്വന്തം അധീനതയിലുള്ളതാണ് സ്വ. സ്വ അധീനം സ്വാധീനം തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഇതിൻ്റെ നേരെ വിപരീതം പരാധീനം. സ്വാധീനം പരാധീനം, മറ്റൊരാളിൻ്റെ അധീനതയിലുള്ളത്, സ്വന്തം അധീനതയിലുള്ളത്. സ്വ അധീനം സ്വാധീനം, പരാധീനം പരാധീനം. ഇനി തരുണൻ ചെറുപ്പക്കാരൻ എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ നേരെ വിപരീതം വരുന്നത് തരുണി. തരുണീമണികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ? യെസ്, ഈ തരുണി ഇനിയല്ല, തരുണിയാണ്. തരുണി തരുണി. ഓപ്ഷൻ ഡി ആണ് ആൻസറേ. ഇവിടെ ബി ആയിരുന്നെങ്കിൽ ഇനി നമുക്ക് വരുമ്പം ഓപ്ഷൻ ഡി ആയിരുന്നു തരുണി. ചെറുപ്പക്കാരി എന്നുള്ള അർത്ഥം. തത്തയുടെ പര്യായമല്ലാത്തത് പരഭൃതമാണ്. പരഭൃതം കുയിലാണ്. പിന്നെ കീരവും ശാരികയും ശുഗവും ഒക്കെ എന്ത് തന്നെ? തത്ത തന്നെ. ഐഹികം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ഐഹികം പാരത്രികമാണ്. ഓപ്ഷൻ ഡി. ഈ ലോകത്തെ സംബന്ധിക്കുന്നതെല്ലാം ഐഹികവും പരലോകത്തെ സംബന്ധിക്കുന്നത് പാരത്രികവും. അങ്ങനെ വളരെ എളുപ്പമാണ്. സൈലം PSCയുടെ ക്ലാസ്സിൽ LDC ഉൾപ്പെടെ മെംബാച്ചിൽ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ക്ലാസ് റൂം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്നത്തെ 10th മെയിൻസ് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് എഴുതാൻ കഴിയുന്ന എക്സാം ആയിരുന്നു. മിക്കവാറും 10ൽ 10, 9, 10 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന, 8 എങ്കിലും തീരെ എങ്ങാനും മറന്നു പോകണമെങ്കിൽ 8, 9, 10 റേഞ്ചിലേക്ക് വരാൻ കഴിയുന്ന മനോഹരമായൊരു ചോദ്യമാണിത്. ഓക്കെ, ഹായ് മക്കളെ, സൈലത്തുനിന്ന് ഫാരിസ് മാഷാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇന്ന് നടന്ന, അതായത് 18ാം തീയതി നടന്ന, 18ാം തീയതി, ഇന്ന് 18ാം തീയതി ആണല്ലോ, 18ാം തീയതി നടന്ന 10th മെയിൻസ് എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഭാഗവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 81 മുതൽ, അതേപോലെ തന്നെ 81 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങളാണ്, 81 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റിയത്. 10 ചോദ്യമാണ് മെയിൻസിൽ. നമുക്കറിയാം 10th മെയിൻസിൻ്റെ എക്സാമിനൊക്കെ
പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ലെങ്കിലും മെയിൻസിന് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ 10 ചോദ്യമാണ്, വളരെ ഈസി ആയിട്ടുള്ള 10 ചോദ്യമാണ് വന്നിട്ടുള്ളത്. ചുരുങ്ങിയത് നമുക്ക് ആദ്യം പറയാം, നല്ല പഠിച്ചു പോയൊരു കുട്ടിക്ക് ഈസി ആയിട്ട് 10ൽ 10 വാങ്ങാം. ഇനി ജസ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി പോയതിനൊരു 8 വരെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഈ ചോദ്യം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലോട്ടും അതിൻ്റെ ഓപ്ഷൻ്റെ വിശദീകരണത്തിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എഴുതാത്തവരെ ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് വേണം ഇനിയുള്ള പരീക്ഷകളൊക്കെ ഏത് രീതിയിൽ വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോക്കൂ, 81ാമത്തെ ചോദ്യമായിട്ട് ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് ശരിയായ ഫ്രേസൽ വെർബ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. മൈ സിസ്റ്റർ ട്രൈസ് ടു ഡാഷ് സം മണി എവ്രി മന്ത്. എൻ്റെ സിസ്റ്റർ എല്ലാ മാസവും എന്ത് ചെയ്യുന്നു, മണി ഡാഷ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ സെറ്റ് ഓൺ ഉണ്ട്, ഓപ്ഷൻ ബി സെറ്റ് ഓഫ് ഉണ്ട്, ഓപ്ഷൻ സി സെറ്റ് അസൈഡ് ഉണ്ട്, ഓപ്ഷൻ ഡി സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, സെറ്റ് അസൈഡ്. നമ്മൾ പണം കരുതി വെക്കുക, പണം മാറ്റി വെക്കുക, പണം സേവ് ചെയ്യുക എന്നതിനൊക്കെയാണ് സെറ്റ് അസൈഡ് എന്ന് പറയാം. അപ്പോൾ നമുക്കിതിൻ്റെ വിശദീകരണം നോക്കാം. സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ ആക്രമിക്കുന്നതിനാണ് സെറ്റ് ഓൺ എന്ന് പറയാം. ടു അറ്റാക്ക് സമ്മൺ, ഒരാളെ ആക്രമിക്കുന്നതിനാണ് സെറ്റ് ഓൺ എന്ന് പറയുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അഗ്രസീവായിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സെറ്റ് ഓൺ എന്ന് പറയുക. അപ്പോൾ സെറ്റ് ഓണിന് അറ്റാക്ക് എന്നുള്ള അർത്ഥമുണ്ട്, സ്റ്റാർട്ട് ഡൂയിങ് അഗ്രസീവ്ലി എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം സെറ്റ് ഓൺ അല്ല, ഏതാണ്, സെറ്റ് അസൈഡ് ആണ്. ആ ചോദ്യത്തിന് അതാണ് അവിടെ മാച്ച്. ഇനി സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ജേണി പുറപ്പെടുക, ഒരു യാത്ര പുറപ്പെടുന്നതാണ് സെറ്റ് ഓഫ് അല്ലെങ്കിൽ സെറ്റ് ഔട്ട് എന്നൊക്കെ പറയാം. അടുത്ത നോക്കുക, സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക, അറേഞ്ച് ചെയ്യുക എന്നുള്ളതിനൊക്കെയാണ് സെറ്റപ്പ് എന്ന് അറിയാം. സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ ടു സേവ് മണി, ഭാവിയിലേക്ക് പണം കരുതുക. അപ്പോൾ എല്ലാ മാസവും എൻ്റെ സിസ്റ്റർ എന്ത് ചെയ്യുന്നു, പണം കരുതുന്നുണ്ട്, പണം സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥമാണ് അവിടെ കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആയ സെറ്റ് അസൈഡ് എന്നുള്ള ഉത്തരമാണ്. ഇനി 82ാമത്തെ ചോദ്യം നോക്ക്. ഈ ഫ്രിവോലസിന്റെ സിനോണിമാണ് ചോദിച്ചത്. ഫ്രിവോലസിന്റെ സിനോണിം എന്ന് ചോദിച്ചാൽ അതിൻ്റെ പര്യായ പദം, അതിൻ്റെ സമാനമായ അർത്ഥം വരുന്ന പദം ഫ്രിവോലസ് എന്ന് പറഞ്ഞാൽ സില്ലി എന്നുള്ള മീനിങ് ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഫ്രിവോലസ് ഒന്ന് ഓർത്തു വെക്കുക, അതിൻ്റെ സിനോണിം സില്ലിയാണ്. ഇനി 83ാമത്തെ ചോദ്യം ജെൻഡറിൽ നിന്നാണ് ചോദ്യം. ജെൻഡറിൽ സാധാരണ പരീക്ഷയ്ക്ക് ഇപ്പോൾ അടുത്ത നടന്ന പരീക്ഷയ്ക്കൊന്നും ജെൻഡറിന് ചോദ്യം വന്നിട്ടില്ല. അതാ ഈ 10ാം ക്ലാസ്സിന് വന്നു, നമ്മൾ ഡിഗ്രി ലെവൽ ഫേസുകളൊക്കെ നടന്നപ്പോൾ അതിലൊന്നും ജെൻഡറിന് ചോദ്യം വന്നിട്ടില്ല. അത് 83ാമത്തെ ചോദ്യമായിട്ട് ജെൻഡറിൽ വന്നിട്ടുണ്ട്. ദ മാസ്കുലിൻ ജെൻഡർ ഓഫ് വിച്ച്, മനസ്സിലായോ? വിച്ചാണ് പറയുന്നത്, വിച്ച്. അപ്പം നിങ്ങൾ നോക്കണം, ഇവിടെ വിച്ചിൻ്റെ മാസ്കുലിൻ എന്താണ് എന്നുള്ളതാണ്. വിച്ചിൻ്റെ മാസ്കുലിൻ എന്ന് പറയുന്നത് വിസാർഡാണ്. വിസാർഡാണ് എന്ന് മനസ്സിലാക്കുക. പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ വിച്ച് എന്താണ്, മന്ത്രവാദിനി. വിസാർഡ് തന്നെ മന്ത്രവാദിനി, മനസ്സിലായ? വിച്ച് മന്ത്രവാദിനി, വിസാർഡ് എന്താണ്, മന്ത്രവാദിനി. യെസ് ഓർ നോ? പറഞ്ഞത് മനസ്സിലായോ? ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മാസ്കുലിൻ ജെൻഡർ ഓഫ് വിച്ച്. അപ്പോൾ വിസാർഡാണ്, വിസാർഡ്. മനസ്സിലായാലും മന്ത്രവാദിയും മന്ത്രവാദിനിയുമാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്ക് ശ്രദ്ധിക്കുക. എന്താന്ന് വെച്ചാൽ പ്രീസ്റ്റസ് ആണ്, ഡ്രേക്ക് ഡക്കാണ്, സ്റ്റാലിയൻ മേയറാണ്. സ്റ്റാലിയൻ എന്താണ്, മേയർ. ഡ്രേക്ക് ഡക്ക്, പ്രീസ്റ്റസ്. മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? പ്രീസ്റ്റസ് ആണ് കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ വിച്ചിൻ്റെ നമ്മുടെ ഉത്തരം വിസാർഡാണ്. വിസാർഡാണ് നമ്മുടെ ആൻസർ. ഇനി 84ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് വൺ ടോക്കിംഗ് എ ലോട്ട്. വാചാലൻ എന്ന അതേ അർത്ഥം വരുന്ന വാചാലൻ എന്ന ഒറ്റ വാക്ക് ഏതാണ്? വാചാലൻ, ഒരുപാട് സംസാരിക്കുന്ന ആള്. ഇതിനൊക്കെ ഒറ്റ വാക്കിൽ വൺ വേർഡ് ആയിട്ട് എന്താണ് പറയുക? ഒരിക്കലും ഒംനീഷ്യൻ്റ് അല്ല, ഒപ്റ്റിമിസ്റ്റ് അല്ല, ഫിലാറ്റലിസ്റ്റ് അല്ല. ഓപ്ഷൻ ബി ആണ്, ലൊക്കേഷ്യസ് ആണ്. അപ്പോൾ അതിൻ്റെ വേറെ വാക്കുകളും കൂടി നമുക്ക് നോക്കാം. നോക്കൂ, ലൊക്കേഷ്യസ് ഉണ്ട്, അതേപോലെ തന്നെ വെർബോസ് ഉണ്ട്, അതേപോലെ തന്നെ ടോക്കേറ്റീവ് ഉണ്ട്, അതേപോലെ ഗാരുലസും ഉണ്ട്. ഇതൊക്കെ കൂടുതൽ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്ന ആൾക്ക് ലൊക്കേഷ്യസ് എന്ന് പറയാം, അതേപോലെ വെർബോസ് എന്ന് പറയാം, ടോക്കേറ്റീവ് എന്ന് പറയാം, ഗാരുലസ് എന്നും പറയാം. അപ്പം നമ്മുടെ ഓപ്ഷനിൽ ഇവിടെ വന്നത് ലൊക്കേഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷ്യസ് എടുത്തു. ഇതാണ് 84ാമത്തെ ചോദ്യം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ ബി, 84ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത നോക്ക്, പ്രീസ്റ്റസ് ആണ്, ഡ്രേക്കിന്റെ ഡക്കാണ്, സ്റ്റാലിയൻ മേയറാണ്, വിസാർഡ് വിച്ചാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ.
ഒക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് 85ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. പ്രിപ്പോസിഷന്റെ ഭാഗമാണ്. പ്രിപ്പോസിഷൻ എന്ന ഭാഗത്താണ് ചോദ്യം വന്നത്. ഹി സെർച്ച്ഡ് ഡാഷ് ദ റിംഗ് എവരിവെയർ. അപ്പോൾ ആ സെർച്ച് ചെയ്യുന്ന ആളുടെ റിംഗ് പോയിട്ടുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്യണം. അപ്പോൾ ഈ റിംഗാണ് അവൾക്ക് കിട്ടേണ്ടത്. അവൻ്റെ റിംഗ് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും ആ റിംഗ് സെർച്ച് ചെയ്യണം. അപ്പോൾ ആ റിംഗിന് വേണ്ടിയിട്ടാണ് അവൻ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 4. ഹി സെർച്ച്ഡ് ഫോർ. ഐ എം സെർച്ചിങ് ഫോർ എ ജോബ് എന്ന് കേട്ടില്ലേ? ഐ എം സെർച്ചിങ് ഫോർ എ ജോബ്. നമ്മളൊക്കെ വിദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു കമ്പനിയിൽ പറയും, നൗ ഐ എം സെർച്ചിങ് ഫോർ എ ജോബ്. ഞാനൊരു ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? യെസ് ഓർ നോ? അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ് എന്നൊക്കെ പറയണ്ട. അപ്പോൾ സെർച്ചിനോട് എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫോർ എന്ന പ്രിപ്പോഷനാണ് കൊടുക്കേണ്ടത്. ഇനി 86ാമത്തെ ചോദ്യം നോക്കി. 86ാമത്തെ ചോദ്യം എന്താ? ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. അവർ സ്കൂൾ ടീം ഡാഷ് ദ ക്രിക്കറ്റ് മാച്ച് ലാസ്റ്റ് ഇയർ. ഇവിടെ നോക്കിയ ലാസ്റ്റ് ഇയർ എന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു എത്ര വർഷം മുമ്പുള്ളതാണെങ്കിലും, എത്ര ജാമ്പുവാന്റെ കാലത്തുള്ള കാര്യമാണെങ്കിലും, എൻ്റെ ചെറുപ്പത്തിലെ കാര്യമാണെങ്കിലും, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണെങ്കിലും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണെങ്കിലും, സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പുള്ള കാര്യമാണെങ്കിലും, എത്ര വർഷം മുമ്പുള്ള കാര്യവും വെറും വെർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഹാഡ് വോൺ അല്ല, വിൻ അല്ല, വിൻസ് അല്ല. ഓപ്ഷൻ ഡി വോൺ എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ഇനി നമ്മൾ നോക്കി 87ാമത്തെ ചോദ്യം നോക്കി. 87ാമത്തെ ചോദ്യം, ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. നമുക്കറിയാം ചൈൽഡിന്റെ പ്ലൂരലാണ് ചിൽഡ്രൻ അല്ലേ? അപ്പൊ ചിൽഡ്രൻ എന്താവും? ദേ ആവും. ഉറപ്പല്ലേ? ദേ ആവില്ല. ചൈൽഡിന്റെ പ്ലൂരലാണ് ചിൽഡ്രൻ. അപ്പൊ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെന്ന് ഉറപ്പല്ലേ? അപ്പൊ ദേ ആവും. പിന്നെ ഇവിടെ ഓക്സിലറി വെർബ് ആറാണ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആൽ ടാഗ് നെഗറ്റീവ് ആണ്, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആൽ ടാഗ് പോസിറ്റീവ് ആണ്. അതാണ് കോൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ ഉത്തരം ഡോണ്ട് ദേ അല്ല, ഡൂ ദേ അല്ല, വേറിൻ്റെ ദേ അല്ല. ഓപ്ഷൻ ബി ആറിൻ്റെ ദേ എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. വളരെ ഈസിയായ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 88ാമത്തെ ചോദ്യം, ചൂസ് എ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ് ഗിവൺ ബിലോ. പീപ്പിൾ വിൽ സപ്പോർട്ട് അസ്. ഇവിടെ ഒബ്ജക്റ്റ് കൊണ്ട് തുടങ്ങണം. ഇവിടെ വിൽ സപ്പോർട്ടാണ്. വില്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിൽ ബി പ്ലസ് V3 ആണ് കൊടുക്കേണ്ടത്. വില്ല് കഴിഞ്ഞാൽ വിൽ ബി പ്ലസ് V3 ആണ്. റിപ്പോർട്ട് സ്പീച്ച് അല്ല. അപ്പോൾ വുഡ് ബി പറ്റൂല, വെട്ടിപ്പോയി. അതേപോലെ ബാക്കിയുള്ളതിനൊക്കെ വിൽ ബി ഉണ്ട്. ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് അസ്സാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ബി അങ്ങോട്ട് പോകുമ്പോൾ അസ്സാവും, വി അങ്ങോട്ട് പോകുമ്പോൾ അസ്സാകും, അസ് ഇങ്ങോട്ട് വരുമ്പോൾ വി ആവും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ ദേ ആണ്, വെട്ടിക്കളയാം. ഹി ആണ്, വെട്ടിക്കളയാം. അപ്പോ തമിഴ് ഓപ്ഷൻ ബി ആണ്. ഹി വിൽ ബി സപ്പോർട്ടഡ് ബൈ ദ പീപ്പിൾ. വി വിൽ ബി സപ്പോർട്ടഡ് ബൈ ദ പീപ്പിൾ. അപ്പൊ വില്ല് വന്നാൽ വിൽ ബി പ്ലസ് V3 വേണം. ഷാള് വന്നാൽ ഷാൾ ബി പ്ലസ് V3 വേണം. ക്യാൻ വന്നാൽ ക്യാൻ ബി പ്ലസ് V3 വേണം. മേ വന്നാൽ മേ ബി പ്ലസ് V3 വേണം. ഷുഡ് വന്നാൽ ഷുഡ് ബി പ്ലസ് V3 വേണം. കുഡ് വന്നാൽ കുഡ് ബി പ്ലസ് V3 വേണം. മൈറ്റ് വന്നാൽ മൈറ്റ് ബി പ്ലസ് V3 വേണം. അല്ലേ? ഇതല്ലേ അതിന്റെ ലോജിക്ക്. അപ്പൊ ഇവിടെ വില്ലാണ് വന്നത്. അപ്പൊ വിൽ ബി പ്ലസ് V3 വേണം. അവിടെ ഒബ്ജക്റ്റ് അസ് ആണ്. അസ് ഇങ്ങോട്ട് വരുമ്പോൾ വി ആവും. അപ്പൊ അത് ആ വി ആണോ രണ്ടാമതുള്ളത്? ബാക്കിയൊക്കെ നമുക്ക് വെട്ടിക്കളയാം. അപ്പൊ വിൽ ബി സപ്പോർട്ടഡ് ബൈ ദ പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ ബി എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. 88ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. ഇനി 89ാമത്തെ ചോദ്യം ഈഫ് ക്ലോസിൽ നിന്നാണ്. നമുക്കറിയാം ഈഫ് ക്ലോസിന് 2 മേഖലകളായി 3 മേഖലകളുണ്ട്. ഒന്ന്, ഈഫിൽ V1 വന്നാൽ നിങ്ങൾ വിൽ പ്ലസ് V1 കൊണ്ട് ഫില്ല് ചെയ്യുക. ഒന്ന്, ഈഫിൽ V2 വന്നാൽ നിങ്ങൾ വുഡ് പ്ലസ് V1 കൊണ്ട് ഫില്ല് ചെയ്യുക. അതേപോലെ ഈഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ 3 കണ്ടീഷനുള്ള ഹാഡ് പ്ലസ് V3 വന്നാൽ വുഡ് ഹാവ് പ്ലസ് V3 കൊണ്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഇതിനെ പ്രോബബിൾ കണ്ടീഷൻ എന്നും, ഇതിനെ ഇംപ്രോബബിൾ കണ്ടീഷൻ എന്നും, ഇതിനെ ഇംപോസിബിൾ കണ്ടീഷൻ എന്നും വിളിക്കുന്നു. അപ്പൊ ഇവിടെ ഹാഡ് പ്ലസ് V3 വുഡ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പൊ ചോദ്യം നോക്കിയാൽ ഹാഡ് ടേക്കൺ, ടുക്ക് ടേക്കൺ, അതിന് മുമ്പിൽ ഹാഡ് ഉണ്ട്. അപ്പൊ വുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഓപ്ഷൻ എ ആണ്, വുഡ് ഹാവ് റീച്ച്ഡ് എന്നുള്ള ഉത്തരമാണ്. 89ാമത്തെ ചോദ്യം, ഇഫ് ഷീ ഹാഡ് ടേക്കൺ എ കാർ ഷീ വുഡ് ഹാവ് റീച്ച്ഡ് ദ സ്റ്റേഷൻ ഇൻ ടൈം എന്നുള്ളതാണ് വന്നത്. അപ്പൊ വുഡ് ഹാവ് റീച്ച്ഡ് എന്ന് വരും. ഇനി 90ാമത്തെ ചോദ്യം നോക്ക്, റിജിഡ്. ഇത് എപ്പോഴും ചോദിക്കണാണ്. റിജിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഫ്ലെക്സിബിൾ ആണ്. റിജിഡിന്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു 10
10 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നത്. 10 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ന് നടന്ന 18-ാം തീയതി നടന്ന നമ്മുടെ 10th മെയിൻസ് എക്സാമിൻ്റെ 10 ചോദ്യമാണ് ഇംഗ്ലീഷ് ഞാനിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. വളരെ ഈസി ആയിട്ട് നമുക്ക് 10-ൽ 10 മാർക്ക് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഇനി അതൊന്നും പറ്റിയില്ലെങ്കിലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് വരെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും, ചെറിയ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ നിങ്ങളൊക്കെ അത് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ടാവും, നല്ല മാർക്ക് നേടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ടോപ്പിക് വൈസും നമ്മളെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ സൈലം PSC എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത LDC ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈലത്തിൻ്റെ കൂടെ കൂടുക. നമ്മുടെ ആ സ്വപ്ന ജോലി സൈലത്തിൻ്റെ കൂടെ ആകട്ടെ എന്ന് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് തീരുമാനം എടുക്കുക. അപ്പോൾ ഈ 10 ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹലോ, നമസ്കാരം. എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന അറ്റൻഡർ ഗ്രേഡ് 2 മെയിൻസ് എക്സാമിനേഷൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും അവയുടെ വിശദമായിട്ടുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഒരു സമചതുരത്തിൻ്റെ വികർണം വശമായി വരയ്ക്കുന്ന മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം 1352 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ ആദ്യ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്താ? അത് ഈ ഫിഗർ ഒന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ ഒരു സമചതുരമുണ്ട്. ഈ സമചതുരത്തിൻ്റെ വികർണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂലകൾ യോജിപ്പിക്കുന്ന ഈ ലൈനെയാണ് നമ്മൾ വികർണം എന്ന് വിളിക്കുക. ആ ലൈന് വശമായിട്ട് മറ്റൊരു സമചതുരം വരച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വശമായിട്ട് വരയ്ക്കുന്ന സമചതുരം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം നോക്കാം. ഇങ്ങനെയാണ് അത് വശമായിട്ടുള്ള ഒരു സമചതുരം ഉണ്ടാവുക. ആ വികർണം വശമായിട്ട് മറ്റൊരു സമചതുരം വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഈ രൂപത്തിലായിരിക്കും ആ സമചതുരം ഉണ്ടായിരിക്കുക. ഈ സമചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഈ സമചതുരത്തിന്റെ പരപ്പളവ് തന്നിട്ടുള്ളത്? ഏരിയ പരപ്പളവ് 1352 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞത് ആദ്യത്തെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം കാണുക. അപ്പൊ ആദ്യത്തെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളത്തിന് ഞാൻ A എന്ന് പേര് കൊടുത്തു. നമുക്കറിയാം ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം A ആണെങ്കിൽ അതിന്റെ വികർണം ഡയഗണലിന്റെ നീളം A√2 ആയിരിക്കും. അപ്പൊ ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം A ആണെങ്കിൽ ഇതിന്റെ വികർണത്തിന്റെ നീളം A√2 ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടി ആ വികർണത്തിലൂടെയല്ലേ നമ്മൾ പുതിയ സമചതുരം വരച്ചത്. അപ്പൊ പുതിയ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം A√2 ആണ്. അതിന്റെ പരപ്പളവ് 1352 തന്നിട്ടുണ്ട്. പരപ്പളവ് കാണണമെങ്കിൽ ഒരു സൈഡിന്റെ സ്ക്വയർ കാണണം. നമ്മുടെ സമചതുരത്തിന്റെ ഒരു സൈഡ് A√2 ആ. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A√2 സ്ക്വയർ ആയിരിക്കും. അത് 1352. ബ്രാക്കറ്റിന് പുറത്ത് സ്ക്വയർ എങ്കിൽ രണ്ടാക്കും സ്ക്വയർ ബാധക. ആദ്യം എന്റെ സ്ക്വയർ ചെയ്ത A² ഇൻറ്റു √2 സ്ക്വയർ സമം 1352. ഈ സ്ക്വയറും റൂട്ടും വെട്ടിയാൽ ഇവിടെ കിട്ടുന്നു A² ഇൻറ്റു 2 സമം 1352. ദെഫർ A² സമം ഗുണിക്കണ 2 അങ്ങോട്ട് പോയാൽ 1352 ഹരിക്കണം 2 കിട്ടുന്നു. A² സമം 1352 ഹരിക്കണ 2 676. എന്തിന്റെ സ്ക്വയർ 676 കിട്ടുക? 26ന്റെ സ്ക്വയറാ. അപ്പൊ ഒരു സൈഡ് 26 എന്നാ കിട്ടുക. ഉത്തരം ഓപ്ഷൻ ഡി 26. ഇതാണ് ഐഡിയ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. രണ്ടാമത്തെ ചോദ്യം: 200 മീറ്റർ ഓട്ട മത്സരത്തിൽ A 45 സെക്കൻഡിലും B 50 സെക്കൻഡിലും ദൂരം പൂർത്തിയാക്കും. ഈ ഓട്ടത്തിൽ A Bയെ എത്ര സെക്കൻഡ് മുന്നിൽ നിന്ന് ജയിക്കും എന്നാണ് ചോദ്യം. ഇത് മിക്കവാറും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മിക്കവാറും അവർക്ക് തെറ്റിപ്പോവാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും എന്താ ഉദ്ദേശിച്ചത്, ചോദ്യം പ്രകാരം അതിൻ്റെ ഉത്തരം എന്താന്നുള്ള കാര്യം ഞാൻ പറയാം. ജസ്റ്റ് ഒന്ന് നോക്ക്. നമുക്കൊരു 200 മീറ്റർ ഓട്ട മത്സരം ഉണ്ട്. ഇതാണ് 200 മീറ്റർ ഓട്ട മത്സരം. രണ്ടാളുകൾ ആ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. A എന്ന് പറയുന്ന ഒരാളും ഉണ്ട്, B എന്ന് പറയുന്ന ഒരാളും ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ A ആ 200 മീറ്റർ എത്ര സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്തു? A ഇപ്പോൾ ഇവിടെ എത്തി. ഇവിടെ എത്തിയത് എത്ര സെക്കൻഡ് കൊണ്ടാ? 45 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്തു. ഇനി B എന്ന് പറയുന്ന ആള് 45 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. 45 സെക്കൻഡ് കൊണ്ട് B ഇവിടെ എവിടെയോ എത്തിയിട്ടുള്ളൂ. 45 സെക്കൻഡ് കൊണ്ട് B ഇവിടെ എത്തിയിട്ടുള്ളൂ.
ബാക്കി ഒരു 5 സെക്കൻഡും കൂടെ കൂട്ടി 50 സെക്കൻഡ് കൊണ്ടാണ് ബി എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ചോദിച്ചത് എ ബി എ എത്ര സെക്കൻഡ് മുന്നിൽ നിന്ന് ജയിക്കും എന്ന് ചോദിച്ചാൽ 5 സെക്കൻഡ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പക്ഷെ അത്രയും ഡയറക്റ്റ് ആയിട്ടൊന്നും ചോദ്യം വരാൻ സാധ്യതയില്ല. മിക്കവാറും ഇത്തരത്തിലൊരു ചോദ്യം ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബി എയേക്കാൾ അല്ലെങ്കിൽ ആദ്യം എത്തിയ ആള് പിന്നിലുള്ള ആളേക്കാൾ എത്ര ദൂരം മുന്നിലായിരിക്കും എന്നുള്ള ടൈപ്പിലുള്ള ചോദ്യം കണ്ടിട്ടുണ്ട്. മിക്കവാറും അവരതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ ലിറ്ററലി ചോദ്യം നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റുന്നത് എ മുന്നിലെത്തുന്നത് ബി യേക്കാൾ 5 സെക്കൻഡ് മുന്നിലാണ് എത്തുക. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി അതിൽ ചിലപ്പം മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ചോദ്യം ഞാൻ പറഞ്ഞതുപോലെ എ ബി യേക്കാൾ എത്ര ദൂരം മുന്നിലാണ് എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉത്തരം വരിക എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. അതായത് 250 സെക്കൻഡ് കൊണ്ടാണ് ബി എന്ന് പറയുന്ന ആള് 200 മീറ്റർ ദൂരം പിന്നിടുക. അപ്പൊ എ ബി യേക്കാൾ എത്ര ദൂരം പിന്നിലാണ് അല്ലെങ്കിൽ ബി എയേക്കാൾ എത്ര ദൂരം പിറകിലാണെന്ന് ചോദിച്ചാൽ ഈ ഡിസ്റ്റൻസ് എത്രയാന്ന് കണ്ടെത്തിയാൽ മതി. അതായത് 5 സെക്കൻഡ് കൊണ്ട് ബി സഞ്ചരിക്കുന്ന ദൂരം കണ്ടെത്തണം. 50 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ സഞ്ചരിക്കുമെങ്കിൽ 5 സെക്കൻഡ് കൊണ്ട് എത്രയായിരിക്കും സഞ്ചരിക്കുക എന്ന് കാണാൻ 50നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 200 കിട്ടുക നോക്കുക, 4 കൊണ്ട് ഗുണിച്ചാലാ. അപ്പൊ 5നെ 4 കൊണ്ട് ഗുണിച്ചാൽ 20 മീറ്റർ, ഉത്തരം 20 എന്ന് കിട്ടും. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നല്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എത്ര സെക്കൻഡ് ആണ് ലാഗ് എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 5 സെക്കൻഡ് ഓപ്ഷൻ സി തന്നെ ഉത്തരം പറയാം. ഇനി അതിന്റെ കറക്റ്റ് ആൻസർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്താ നടന്നതെന്നുള്ളത്. അടുത്ത ചോദ്യം, ഒരാൾ 3 ബുക്ക് വാങ്ങിയപ്പോൾ ഒരു ബുക്ക് സൗജന്യമായി ലഭിച്ചു എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഇങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് സാധനം ഫ്രീ ആയിട്ട് കിട്ടിയാൽ ഡിസ്കൗണ്ട് എത്രയാന്ന് ചോദിച്ചാൽ കാണാനുള്ള ഐഡിയ ഫ്രീ ആയിട്ട് കിട്ടിയതിൻ്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ എണ്ണം ഇൻറ്റു 100 ചെയ്ത പെർസെൻറ്റേജ് കിട്ടും. ഫ്രീ ആയിട്ട് കിട്ടിയത് 1, ടോട്ടൽ എണ്ണം എത്ര? 3 എണ്ണം വാങ്ങി 1 ഫ്രീ കിട്ടി. അപ്പൊ ടോട്ടൽ 3 1 4 ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1/4 ഇൻറ്റു 100 എങ്ങനെയാ വിട്ടുക? 4 ഒരു 4 ആണ്, 100ൽ 25 4. അപ്പൊ ഉത്തരം 25%. ഒന്നും കൂടെ പറയാം, ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇങ്ങനെയാണ്. ഫ്രീ ആയിട്ട് കിട്ടിയതിന്റെ എണ്ണം ബൈ ടോട്ടൽ എണ്ണം ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടിയത് ഒരു ബുക്കാ. ടോട്ടൽ എത്ര ബുക്ക് ഉണ്ട്? 3 ബുക്ക് വാങ്ങി 1 ബുക്ക് ഫ്രീ. അപ്പൊ ടോട്ടൽ 4 ബുക്ക് ഇൻറ്റു 100 ചെയ്യുക. 1/4 ഇൻറ്റു 100, 4ൽ ഒരു 4, 100ൽ 25 4. ഉത്തരം 25% എന്നുള്ളതാണ് ആൻസർ ആയിട്ട് കിട്ടുക. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 25%. അടുത്ത ചോദ്യം, 10 ക്യൂബ് മൈനസ് 7 ക്യൂബ് ഹരിക്കണം 10 സ്ക്വയർ പ്ലസ് 70 പ്ലസ് 7 സ്ക്വയർ. ചെയ്ത് നോക്കാം. ഞാനൊന്ന് വൃത്തിയായിട്ട് ആ ചോദ്യം ചെയ്താം. 10 ക്യൂബ് മൈനസ് 7 ക്യൂബ് ഹരിക്കണം 10 സ്ക്വയർ പ്ലസ് 70നെ ഞാൻ 10 ഇൻറ്റു 7 എന്ന് എഴുതിയാൽ കുഴപ്പമില്ലല്ലോ, പ്ലസ് ഒരു 7 സ്ക്വയറും ഉണ്ട്. ഇത് നോക്കിയാൽ എനിക്കൊരു ഐഡന്റിറ്റിയുടെ രൂപത്തിൽ കാണും. 10ന് എ എന്ന് പേര് കൊടുത്തു, അതുപോലെ 7ന് ബി എന്നും പേര് കൊടുത്താൽ ഇയാൾ ഏത് ഐഡന്റിറ്റിയാ? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റിയാ. എ ക്യൂബ് മൈനസ് ബി ക്യൂബിന്റെ ഇക്വേഷൻ എന്താണെന്നറിയോ? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. താഴെ ഒരു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. ഈ 2 പേരും വെട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടുന്നു എ മൈനസ് ബി. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 10, ബി എന്ന് പറഞ്ഞാൽ 7. 10ന്ന് 7 പോയാൽ 3 ആണ് ഉത്തരം കിട്ടുക. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് അതിന്റെ റൈറ്റ് വേ. സെറ്റ് അല്ലേ? കുഴപ്പമില്ലല്ലോ. ജസ്റ്റ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. താഴെയുള്ള 2 ആളും വെട്ടും, ഉത്തരം എ മൈനസ് ബി. ഈ രൂപത്തിൽ എന്ത് വന്നാലും ഉത്തരം എ മൈനസ് ബി ആയിരിക്കും. അപ്പോൾ എ മൈനസ് ബി 10 മൈനസ് 7 3. ആ ഇക്വേഷൻ അറിയുന്ന ആളുകൾ വേഗത്തിൽ എഴുതും. എല്ലാത്തോലും ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്താണ്ട് ചെയ്യേണ്ടി വരും. എന്തായാലും ഇതാണ് ഐഡിയ. അടുത്ത ചോദ്യം, വില കാണുക 5 പ്ലസ് 4 ഇൻറ്റു 5 പ്ലസ് 4 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 5 ക്യൂബ് പ്ലസ് 4 ഇൻറ്റു 5 റൈസ് ടു 4 പ്ലസ് 4 ഇൻറ്റു 5 സ്ക്വയർ. 5 റൈസ് ടു 5 എന്നൊക്കെ പറയുന്നുണ്ട്. എക്സ്പോണൻഷ്യൽ ചോദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുക. ബോർഡ് മാസിന്റെ കാറ്റഗറിയിലൊന്നും പെടുത്താൻ പറ്റൂല.
ഇയാളൊരു എക്സ്പോണൻഷ്യൽ ചോദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എങ്ങനെ ചെയ്യാന്നുള്ളത് സിമ്പിളായിട്ട് ഞാനൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ നോക്കും. ആദ്യം ഞാൻ ഈ 5+ ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം ഞാൻ ചെയ്യുന്നത് 5+ 4 × 5 ആണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കും. 5+ 4 × 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഒരു 5, ഇവിടെ 4 5, 4 5 ഒരു 5 കൂട്ടിയാൽ 5 5, 5 5 എന്ന് പറഞ്ഞാൽ 5². ഇനി 5² കൂട്ടേണ്ട ആൾ ആരാ? 4 × 5² കൂട്ടണം. അപ്പൊ കൂട്ടി വെക്കാം. 5² + 4 × 5². ഒരു 5² 4 5² കൂട്ടിയ 5 5² കിട്ടും. 5 5² 5³ അപ്പൊ ഈ 5³ അടുത്തതായിട്ട് കൂട്ടേണ്ട ആൾ ആരാ? 4 × 5³ കൂട്ടി വെക്കാം. 5³ + 4 × 5³. ഒരു 5³ 4 5³ കൂട്ടിയാൽ 5 5³ കിട്ടും. 5 5³ 5⁴. ഇനി 5⁴ കൂട്ടേണ്ടത് അടുത്ത ആളാ ആരാ? 4 × 5⁴ കൂട്ടി വെക്കാം. എടാ ഒരു 5⁴ 4 5⁴ കൂട്ടിയ 5 5⁴ കിട്ടുക. 5 5⁴ എന്ന് പറഞ്ഞാൽ 5⁵5. ലാസ്റ്റ് ഈ 5⁵5 ഇനി കൂട്ടേണ്ടത് ആരാണ്? 4 × 5⁵5 ആണ് കൂട്ടേണ്ടത്. നോക്ക്, ഒരു 5⁵5 4 5⁵5 കൂട്ടിയാൽ 5 5⁵5 കിട്ടുക. ഉത്തരം 5�6 എന്ന് കിട്ടുന്നു. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, 5�6. ഈ രീതിയിലാണ് ഇത് ചെയ്യുക. എക്സ്പോണൻഷ്യലിന്റെ ചോദ്യമാണ്, വളരെ സിമ്പിൾ ആണ്. ആ ഐഡിയ മനസ്സിലാക്കിയാൽ, ആദ്യത്തെ 2 ലൈനിൽ തന്നെ ആ ഐഡിയ മനസ്സിലാക്കിയാൽ ബാക്കിയൊക്കെ കിട്ടും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. അല്ലാതെ 5² 5³ 5⁵5 ഒക്കെ കണ്ട് ഇട്ട് കൊടുത്ത് കൂട്ടാൻ നിൽക്കുകയാണെങ്കിൽ ഉത്തരം കിട്ടും, പക്ഷെ സമയം എടുക്കും. അങ്ങനെ ചെയ്യണ്ട, ഈ രീതിയിൽ ചെയ്താൽ മതി. അടുത്തത്, ഒരു ക്ലോക്കിലെ പ്രതിബിംബം കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 11:15 ആണ് സമയമെങ്കിൽ യഥാർത്ഥ സമയം എന്താ? അപ്പൊ ഒരു ക്ലോക്കിലെ സമയം തന്നിട്ട് ആ ക്ലോക്ക് കണ്ണാടിയുടെ മുമ്പിൽ വെച്ചാൽ ആ കണ്ണാടിയിൽ കാണുന്ന സമയം എത്രയാ? അതാണ് പ്രതിബിംബത്തിലെ സമയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത് കാണാൻ ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു, ആ ട്രിക്ക് ഓർത്തു വെച്ചാൽ മതി. നമുക്ക് തരുന്ന സമയം 11 മണിയേക്കാൾ താഴെയാണെങ്കിൽ, നമുക്ക് തരുന്ന സമയം 11 മണിയേക്കാൾ താഴെയാണെങ്കിൽ നിങ്ങൾ ആ കിട്ടുന്ന നമ്പറിനെ 11:60 എന്ന് മൈനസ് ചെയ്താൽ മതി. നമുക്ക് തന്ന സമയം 11 മണിയുടെ മുകളിലാണെങ്കിൽ മിറർ ഇമേജ് കിട്ടാൻ 23:60 നിന്ന് ആ സമയം കുറച്ചാൽ മതി. ഇവിടെ നമുക്ക് തന്ന സമയം 11:15, അത് 11 മണിക്ക് മുകളിലാണ്. അപ്പൊ മിറർ ഇമേജ് കിട്ടാൻ 23:60 എന്ന് ആ സംഖ്യ കുറയ്ക്കുക. 11:15 കുറയ്ക്കുക. 10 5 കുറയ്ക്കുക. 6 കുറയ്ക്കാൻ പറ്റില്ലല്ലോ. 10 ഇങ്ങോട്ട് കടം കൊടുത്ത അവിടെ 10 ആവും, ഇവിടെ 5 ആവും. 10 5 കുറച്ചാൽ 5, 5 1 പോയാൽ 4, 3 1 പോയാൽ 2, 2 1 പോയാൽ 1. ഉത്തരം 12:45, ഓപ്ഷൻ ബി. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോ. ക്ലോക്കിലെ ഒരു പെർട്ടിക്കുലർ സമയം തന്നിട്ട് ആ സമയം ഒരു കണ്ണാടിയുടെ മുമ്പിൽ കാണിച്ചാൽ ആ കണ്ണാടിയിൽ അത് എത്രയാ കാണിക്കുക എന്നുള്ളതിനെയാണ് സമയത്തിന്റെ മിറർ ഇമേജ് എന്ന് വിളിക്കുക. അപ്പൊ ഒരു സമയത്തിന്റെ മിറർ ഇമേജ് കാണാനുള്ള ടെക്നിക്ക് അല്ലെങ്കിൽ ഐഡിയ, ട്രിക്ക് ഒന്ന് ആലോചിച്ച് വെച്ചോ. തന്നിരിക്കുന്ന സമയം 11 മണിയുടെ താഴെയാണെങ്കിൽ, അതായത് 10:50, 9:45, ഒരു 8:45, അങ്ങനെ 11 മണിയുടെ താഴെയാണെങ്കിൽ മിറർ ഇമേജ് കാണാൻ തന്നിരിക്കുന്ന സമയത്തിനെ 11:60 എന്ന് കുറച്ചാൽ മതി. ഇനി 11 മണിയുടെ മുകളിലാണെങ്കിൽ, അതായത് 11:10, 11:05, 11:45, 11:20, അങ്ങനെ 11 മണിയുടെ മുകളിലാണെങ്കിൽ മിറർ ഇമേജ് കിട്ടാൻ 23:60 എന്ന് ആ സംഖ്യ കുറച്ചാൽ മതി. അപ്പൊ 23:60 എന്ന് 11:15 കുറയ്ക്കുമ്പോൾ 10 5 പോയാൽ 5, 6 5 1 പോയാൽ 4, ഉത്തരം 12:45. സെറ്റ്. അടുത്ത ചോദ്യം, 2025 ജൂലൈ 8 ചൊവ്വാഴ്ചയാണെങ്കിൽ 95 ദിവസം കഴിഞ്ഞു വരുന്ന ദിവസം ഏതായിരിക്കും? അപ്പൊ ജൂലൈ 8 എന്ന് പറയുന്നത് ഒരു ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 8 ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞത് 95 ദിവസം കഴിഞ്ഞു വരുന്ന ദിവസം ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ചെയ്യേണ്ടത് 95നെ 7 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്രയാന്ന് കാണുക. 95 എത്ര ഏഴാ? 9 ഒരു 7, 1 7 7, 9 7 പോയാൽ എത്രയാ? 2. 25 എത്ര ഏഴാ? 3 7, 21, ശിഷ്ടം 4. അപ്പൊ 95നെ 7 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 4 ആണെങ്കിൽ ചൊവ്വാഴ്ചയോട് 4 ദിവസം കൂട്ടിയാൽ നമ്മുടെ ഉത്തരം കിട്ടും.
കിട്ടും? ചൊവ്വാഴ്ചയോട് 4 ദിവസം കൂട്ടിയ ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഉത്തരം കിട്ടുന്നത് ശനിയാഴ്ച. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ദിവസം കഴിഞ്ഞു ആഫ്റ്റർ എന്ന് പറയുമ്പോഴാണ് ഈ രീതിയിൽ ചെയ്യാട്ടോ. അപ്പൊ ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. ഒന്നും കൂടെ, ജൂലൈ 8 ചൊവ്വാഴ്ചയാണെങ്കിൽ 95 ദിവസം കഴിഞ്ഞു വരുന്ന ദിവസം ആരായിരിക്കും എന്ന് ചോദിച്ചാൽ 95നെ 7 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം കാണുക. 95നെ 7 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 4. അപ്പൊ ചൊവ്വാഴ്ചയോട് 4 കൂട്ടിയാൽ നമ്മുടെ ദിവസം കിട്ടും ശനിയാഴ്ച. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത 0, 26, 124, 342, 728 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? അതിന്റെ ആ പാറ്റേൺ മനസ്സിലാക്കിയ ഉത്തരം കിട്ടും. 0 എന്ന് പറഞ്ഞാൽ ശരിക്കും ക്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഇതിന്റെ അടുത്തൊക്കെ ക്യൂബുകൾ ഉണ്ട്. 0 അതിന്റെ അടുത്തുള്ള ക്യൂബുകൾ പറയും. 0ന്റെ അടുത്തുള്ള ക്യൂബ് 1. 26ന്റെ അടുത്തുള്ള ക്യൂബാണ് ആര്? 27 ഒരു ക്യൂബാണ് അവിടെ. 124ന്റെ അടുത്തുള്ള ക്യൂബ് 125. 342ന്റെ അടുത്തൊരു ക്യൂബ് ഉണ്ട് 343. 728ന്റെ അടുത്തൊരു ക്യൂബ് ഉണ്ട് 729. അപ്പൊ തന്നെ മനസ്സിലായി ക്യൂബുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു ഐഡിയ. അപ്പൊ ചെയ്ത് നോക്കാം. എങ്ങനെയാ? 1 ക്യൂബ് 1 കുറച്ചാൽ 1 ക്യൂബ് 1 1 കുറച്ചാൽ 0. 2 ക്യൂബ് ഇല്ല. അടുത്തത് 3 ക്യൂബ് 1 കുറച്ചാൽ എത്രയാ? 3 ക്യൂബ് 27. 27 1 കുറച്ചാൽ 26. രണ്ടാമത്തെ സംഖ്യ കിട്ടും. അടുത്തത് 5 ക്യൂബ് 1 കുറച്ചാൽ എത്രയാ? 5 ക്യൂബ് 125. അതിൽ നിന്ന് 1 കുറച്ചാൽ 124 കിട്ടും. മൂന്നാമത്തെ സംഖ്യ കിട്ടി. അപ്പൊ ട്രാക്ക് മനസ്സിലായി. അടുത്തത് 6 ക്യൂബ് അല്ല, ഒറ്റ സംഖ്യകളുടെ ക്യൂബ് 1 കുറയ്ക്കുക. അതാണ് ഐഡിയ. അടുത്തത് 7 ക്യൂബാ. 7 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ? 343. അതിൽ നിന്ന് 1 കുറച്ച 342. അടുത്ത 8 ഇല്ല, 9 ക്യൂബാ. 9 ക്യൂബ് 1 കുറയ്ക്കുക. 9 ക്യൂബ് 729. അതിൽ നിന്ന് 1 കുറച്ച 728. അപ്പൊ അടുത്ത നമ്പർ ആരായിരിക്കും? 10 ഇല്ല, 11 ക്യൂബ് 1 കുറയ്ക്കുക. 11 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1331. അതിൽ നിന്ന് 1 കുറച്ചാൽ 1330. ദ ആൻസർ ഈസ് 1330. ഓപ്ഷൻ ഡി. ഇതാണ് ഐഡിയ. സെറ്റ് അല്ലേ? അപ്പൊ ആ പാറ്റേൺ മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. അടുത്തത്, ഒരു ക്ലാസ്സിലെ കുട്ടികളെ വരിവരിയായി നിർത്തുന്നു. വരിയിൽ ആകെ 50 കുട്ടികളുണ്ട്. അതിൽ അനു മുന്നിൽ നിന്ന് 10ാമതും വിനു പിന്നിൽ നിന്ന് 34ാമതുമാണെങ്കിൽ അവരുടെ ഇടയിൽ എത്ര കുട്ടികൾ ഉണ്ടെന്നാ ചോദിച്ചത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു വരിയുണ്ട്. ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നന്നായിട്ട് നോക്ക്. നമ്മുടെ മുന്നിൽ ഒരു വരിയുണ്ട്. ആ വരിയിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികളുണ്ട്. ആ വരിയിൽ 50 കുട്ടികളുണ്ട് ടോട്ടൽ. അതിൽ അനു എന്ന് പറയുന്ന ആള് മുന്നിൽ നിന്ന് 10ാം സ്ഥാനത്താണ്. വിനു എന്ന് പറയുന്ന ആള് പിന്നിൽ നിന്ന് 34ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ ടോട്ടൽ 50. ഇത് രണ്ടും കൂടെ കൂട്ടിയത് കുറച്ചാൽ പോരെ? ഇനി നിങ്ങൾക്ക് അങ്ങനെ അറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോ. ഇവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ ടോട്ടൽ 50 കുട്ടികൾ. ഇവിടുന്ന് ഒരു 10 പോയി, അപ്പം 40 ഇവിടുന്ന് ഒരു 34 പോയി, അപ്പം ബാക്കി ഉണ്ടാവുക 6. ഉത്തരം ഓപ്ഷൻ സി. അങ്ങനെ നോക്കാം. ഇനി അങ്ങനെ നിങ്ങൾക്ക് ലോജിക്കലായിട്ട് അല്ലെങ്കിൽ വരച്ചു നോക്കാനൊന്നും പറ്റൂലെങ്കിൽ ഒരു വരിയിൽ 2 കുട്ടികളുടെ റാങ്കും ടോട്ടൽ ആളുകളുടെ എണ്ണവും തന്നിട്ട് അവരുടെ ഇടയിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇടയിലുള്ള ആളുകളുടെ എണ്ണം കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, പഠിച്ചു വെച്ചാൽ മതി. ഒരു വരിയിലെ ടോട്ടൽ ആളുകളുടെ എണ്ണവും അതിൽ 2 ആളുകളുടെ റാങ്കും തന്നാൽ ഇടയിലുള്ള ആളുകളുടെ എണ്ണം കാണാൻ T-A+B ചെയ്താൽ മതി. ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആളുകളുടെ എണ്ണം 50 -A+B എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളുടെ റാങ്ക് 10, രണ്ടാമത്തെ ആളുടെ റാങ്ക് 34. 50 - 10 34 കൂട്ടിയ 44. 50 44 കുറച്ച 6. ഉത്തരം കിട്ടുന്നു ഓപ്ഷൻ സി. ഇനി ചിലതിൽ ഇവിടെ നെഗറ്റീവ് കിട്ടും. നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ ആ നെഗറ്റീവ് ഒഴിവാക്കിയിട്ടുള്ള ഉത്തരത്തിൽ നിന്ന് 2 കുറച്ചാൽ മതി. ഇവിടെ ആ കേസ് വരുന്നില്ല. ഈ കേസിൽ ഇത് കറക്റ്റ് 6 ഉത്തരം കിട്ടുക. 6 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റാന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ജോലി എയും ബിയും ഒരുമിച്ച് ചെയ്തു തീർക്കുന്നതിന് 30 ദിവസം വേണം. ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ എങ്കിൽ എ തനിച്ച് ആ ജോലി ചെയ്തു തീർക്കുന്നതിന് എത്ര ദിവസം വേണ്ടി വരും എന്നാണ് ചോദ്യം. ടൈം ആൻഡ് വർക്കിലെ ചോദ്യം ചെയ്തു നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞ എന്താ? എയും ബിയും കൂടെ ഒരു പണി 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഇനി പറഞ്ഞിട്ടുള്ളത് ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ. അതായത് ഈ 3 മടങ്ങ് ജോലി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെയും ബിൻ്റെയും എഫിഷ്യൻസി ആണ് അവിടെ പറഞ്ഞത്.
ബിന്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എന്റെ എഫിഷ്യൻസി 3 ആയിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. എ ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്നു പറഞ്ഞാൽ എന്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ, സോറി, ബിന്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എന്റെ എഫിഷ്യൻസി അതിന്റെ 3 മടങ്ങ് 3. ഇനി രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് പണിയെടുക്കുമ്പോൾ എഫിഷ്യൻസി എന്താ? എന്റെയും ബിന്റെയും ടോട്ടൽ എഫിഷ്യൻസി 4. ഇതാദ്യം തന്നെ മനസ്സിലാക്കുക. ഇതാണ് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. എയും ബിയും ഒരുമിച്ച് ഒരു ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. എന്റെ എഫിഷ്യൻസി 3 ബിന്റെ എഫിഷ്യൻസി 1. അത് എവിടുന്നാ കിട്ടിയത്? ബിന്റെക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യും എ. അപ്പൊ ബിന്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എന്റെ എഫിഷ്യൻസി 3, ടോട്ടൽ എഫിഷ്യൻസി 3 + 1 4. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ 30 ദിവസം കൊണ്ട് വർക്ക് തീർക്കുമെങ്കിൽ ആ വർക്ക് എങ്ങനെ കാണുക? വർക്ക് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. വർക്ക് കാണാനുള്ള ഇക്വേഷൻ എഫിഷ്യൻസി ഇൻറ്റു ടൈം. ഇവിടുത്തെ എഫിഷ്യൻസി എന്താ? രണ്ടാളും കൂടെ ഒരുമിച്ചാണ് വർക്ക് എടുക്കുന്നത്. അപ്പൊ എഫിഷ്യൻസി 4. ടൈം എത്രയാ? 30 ദിവസം കൊണ്ടാ തീർക്കുന്നത്. അപ്പൊ 4 × 30 120 അവിടുത്തെ ടോട്ടൽ വർക്ക്. ഇനി നമ്മളോട് ചോദിച്ചത് എ തനിച്ച് ഈ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അപ്പൊ എക്ക് എടുക്കുന്ന സമയം കാണണം. ടൈം കാണാനുള്ള ഇക്വേഷൻ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് എ. വർക്ക് 120 എന്റെ എഫിഷ്യൻസി 3. 120 ഹരിക്കണം 3 എത്രയാ? 12 4 3. അപ്പോൾ 120 43 ഓപ്ഷൻ എ. ഇതാണ് ഐഡിയ. ഒന്നുകൂടെ പറയാം. ഈ ടൈം ആൻഡ് വർക്കിൻ്റെ ബേസിക് ഐഡിയാസ് ഒക്കെ ഈ ഒരു ഇക്വേഷൻ വരുന്നതാണ്. ഇനി ആ ഇക്വേഷൻ പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ട്രയാങ്കിൾ, വെറ്റ് ട്രയാങ്കിൾ എന്നൊക്കെ വിളിക്കും. വെറ്റ് എങ്ങനെയാ? വർക്ക് കാണാൻ എഫിഷ്യൻസി ഇൻറ്റു ടൈം, എഫിഷ്യൻസി കാണാൻ വർക്ക് ബൈ ടൈം, ടൈം കാണാൻ വർക്ക് ബൈ എഫിഷ്യൻസി. ആ ഒരു ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയും ബിയും കൂടെ ഒരു പണി 30 ദിവസം കൊണ്ട് തീർക്കും. എൻ്റെ എഫിഷ്യൻസി 3, ബിൻ്റെ എഫിഷ്യൻസി 1. അപ്പോൾ രണ്ടാളും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള എഫിഷ്യൻസി 4. അപ്പോൾ എയും ബിയും കൂടെ ഒരു പണി 30 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞാൽ അവിടുത്തെ വർക്ക് എത്രയാണ്? വർക്ക് കാണാൻ എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. രണ്ടാളും കൂടെ ഒരുമിച്ചാണ് പണി ചെയ്യുന്നത്. അപ്പോൾ എഫിഷ്യൻസി 4, ടൈം എത്രയാണ്? 30. 4 × 30 120 അവിടുത്തെ വർക്ക്. ഇനി എ മാത്രമായിട്ട് ആ വർക്ക് എടുത്താൽ എത്ര സമയം കൊണ്ട് കഴിയും? അപ്പം ഇനി കാണേണ്ടത് സമയമാണ്. സമയം കാണാൻ, ടൈം കാണാൻ വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. വർക്ക് 120. എഫിഷ്യൻസി ആരാ? എ ആണ് പണിയെടുക്കുന്നത്. അപ്പോൾ എഫിഷ്യൻസി 3. 120/3 40 എന്ന് കിട്ടുന്നു. ഇതാണ് ഐഡിയ. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എഴുതിയവർക്കൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത്ര സിമ്പിൾ അല്ലാത്ത 10th മെയിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ചില ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം മാത്രമാണ് ഇത്തിരി കൺഫ്യൂഷൻ ഉള്ളത്. അതിന് ആൻസർ കീയിൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ നിർത്തുന്നു. താങ്ക് യു.